മോനെ അപ്പനെന്തിനാ മഴയത്ത് ഈ ബസ് കയറി ഇങ്ങോട്ട് വന്നേ? എന്നെ വിളിച്ചാ കേട്ടോ, ഞാനങ്ങ് വരില്ലായിരുന്നോ? മോനെ രാവിലെ തൊട്ടേടാ ഫോൺ വർക്ക് ചെയ്യണല്ല, ഹാങ് ആവുക, ആരെ വിളിച്ചിട്ടും കിട്ടണല്ല. മോനൊന്ന് നോക്കിക്കേടാ അത്. ഇത് എന്നടാ ഇത്? ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലേ? സ്റ്റുഡിയോ ഉണ്ട്, കാശും ഉണ്ട്. ഈ റോബേന്റെ ഫോൺ കാര്യം കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? അപ്പനോട് എത്ര വട്ടം പറഞ്ഞാ ഇതിനൊക്കെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കുക, ഇതൊക്കെ മാറ്റാറ. ഇത് കൊടുത്ത ആക്രവേല പോലും കിട്ടില്ല. കുഴപ്പമില്ലടാ, മോനെ ഒന്ന് നോക്ക്, അപ്പൊക്കൊക്കെ അത് മതി. അപ്പറങ്ങന്നേ ഒന്ന് താഴെ പോയി ചായ പിടിക്കാം. അപ്പൊ ഞാൻ നോക്കി വെക്കാം. സ്റ്റോറേജ് ഫുള്ളാണല്ലോ. ക്ലൗഡ് ഡേറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടൊന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കാം, എങ്കിൽ സ്പീഡാവുമായിരിക്കും. ഇത് കളഞ്ഞിട്ട് അപ്പന് നല്ലൊരു ഐഫോൺ വാങ്ങി കൊടുക്കാം. പുള്ളി ഒന്ന് ഞെട്ടും. അല്ലെങ്കിൽ അപ്പൻ ഇതിനകത്ത് എന്താ ഇത്ര കുത്തിയറിച്ചിരിക്കുന്നത്? അതെ, മരുന്ന് കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ വന്നിട്ട് ഇന്ന് കുഞ്ഞുവിനെ കൊണ്ട് പാർക്കിൽ പോകണം. നമ്മുടെ സമയത്തിനേക്കാൾ വിലയുണ്ട് അവൻ്റെ സന്തോഷത്തിന്. എന്താ മനുഷ്യ ഫോൺ എടുക്കാത്തെ? കടയിൽ വലിയ തിരക്കാണോ? നേരം വൈകണ്ട, വേഗം പോരെ കേട്ടോ, കുഞ്ഞു അന്വേഷിക്കുന്നുണ്ട്. എത്ര ആശുപത്രിയിൽ നമ്മൾ പോയി, എൻ്റെ പ്രതീക്ഷയെല്ലാം മങ്ങി. അവൻ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കും. ജോലി തിരക്കും ടെൻഷനും ഒക്കെ കൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, അവനോട് ക്ഷമിച്ചേക്കണം. അവൻ്റെ പ്രായത്തിൻ്റെയാണ്. ഉള്ളിൽ അവന് നമ്മളോട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്നലെ രാത്രി മൊത്തം കുഞ്ഞുവിനെ എടുത്തുകൊണ്ട് നടന്നതല്ലേ? റെസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങൾക്കിപ്പോൾ അവനെ മാത്രം മതി, എന്നെ വേണ്ടല്ലേ? എന്തായാലും ദൈവം നമുക്കൊരു ആൺകുഞ്ഞിനെ തന്നത് നന്നായി. പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കാൻ അവനുണ്ടാവുമല്ലോ.